വിൻസിയുടെ തുറന്നുപറച്ചിലിനെയും ധൈര്യത്തെയും അഭിനന്ദിക്കുന്നുവെന്ന് അഭിനേത്രി മാല പാർവതി. ഇപ്പോൾ എല്ലാ സെറ്റുകളിലും ആഭ്യന്തര കമ്മിറ്റികളും ചേംബറും എല്ലാം ഉള്ളതിനാൽ തന്നെ വിൻസിയുടെ പരാതിയിൽ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അമ്മ അടക്കമുള്ള സംഘടനകൾ വിഷയത്തെ ഗൗരവമായി സ്വീകരിച്ചിട്ടുണ്ടെന്നും മാല പാർവതി വ്യക്തമാക്കി. വിൻസി പേര് പറയാൻ തയ്യാറായത് നന്നായി. കാരണം ഒരുപാട് അഭ്യൂഹങ്ങൾ ആരാണ്, എന്താണ്, ഏതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. അപ്പം അവിടെ കൂടെ അഭിനയിച്ച പലരും സംശയത്തിന്റെ നിഴലിലാവുമല്ലോ. ഒന്നാമത് സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടില്ല, പോസ്റ്റർ മാത്രമേ വന്നുള്ളൂ. അപ്പൊ ആർക്കും അറിഞ്ഞും കൂടാ. എന്നാലും പറഞ്ഞത് നന്നായി. ഒന്ന്, രണ്ടാമത് അവർ നടന്ന കാര്യങ്ങളിൽ ICC ഇപ്പൊ എല്ലാ സെറ്റുകളിലും ഉണ്ട്. ICCയിൽ പരാതി കൊടുത്തിട്ടുണ്ടാവണം. അത് വളരെ ഗൗരവമായിട്ടാണ് SIT ആയാലും WDC ആണെങ്കിലും ഒക്കെ കാണുന്നത്. അതിന് പ്രത്യേക ചുമതലയുള്ള IAS ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അവര് വളരെ ഗൗരവമായിട്ട് കേസ് കാണും. ഇത് പിന്നെ സമൂഹത്തിന് തന്നെ ഒരു ഇങ്ങനെ ഉടുത്ത കേരളം എന്ന് പറയുന്നത് ഭയങ്കര ഡ്രഗ് അബ്യൂസ് കൂടി വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നല്ല ഒരു സന്ദേശം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടി പറഞ്ഞ പരാതിക്ക് ഗൗരവമായിട്ട് തന്നെ ആൾക്കാർ കാണും. ഇപ്പൊ ICC ഉണ്ട്, ചേംബറുണ്ട്. ചേംബറിലൊക്കെ ആക്ട് ചെയ്തേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് നമ്മള് സിനിമ അഭിനയിക്കുമ്പോഴേ നമ്മൾ കുറച്ച് സീനിയേഴ്സ് ആയതുകൊണ്ട് നമ്മളൊന്നും ഇങ്ങനെ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും പറയുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ കുറെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇങ്ങനെ ഒന്നും ഷൈൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല. മനസ്സിലായോ? നമ്മൾ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ഭയങ്കര കാര്യമായിട്ടായിരിക്കും പെരുമാറുന്നത് നമ്മുടെ. അപ്പം നമുക്ക് പിള്ളേർക്കല്ലേ ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ വിൻസിയുടെ അനുഭവം എന്താണോ അത് വിൻസി പറഞ്ഞു. അതിന് ഗവൺമെന്റിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ.